ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 29ാമത്തെ ദശകമാണ് അർത്ഥവിചാരം ചെയ്യുവാനായിട്ടുള്ളത്. ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കഥകളാണ് നമ്മൾ കഴിഞ്ഞ ഒരു ദശകത്തിലുടനീളം കണ്ടുകൊണ്ടിരുന്നത്. ആ പാലാഴി മഥന സമയത്ത് കഴിഞ്ഞ 2 ദശകങ്ങളിലായിട്ട് ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുവോ, പ്രതിസന്ധികൾ വന്നുവോ, അവിടെയൊക്കെ തൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആ ദേവന്മാർ അവർ പോലും അറിയാതെ അവരെ കരുണാഭാവത്തിൽ തുണയ്ക്കുന്ന ഭഗവാനെ ആയിരുന്നു നമ്മൾ കണ്ടത്. മന്ധരപർവ്വതം വീണുപോയപ്പോഴാണെങ്കിലും അത് തന്നെത്താൻ ഉയർത്തി ആ പാലാഴിക്കടലിൽ കൊണ്ടുവന്ന് താഴ്ത്തിയതും, അതിനുശേഷം അവിടെയും താഴ്ന്നു പോയപ്പോൾ ഭഗവാൻ സ്വയം കൂർമ്മരൂപമെടുത്ത് അതിനെ താങ്ങി നിർത്തി ആ ദേവന്മാരെ ഭഗവാൻ അനുഗ്രഹിച്ചു മഥനം ചെയ്യുന്നതിനായിട്ട്. അങ്ങനെ പിന്നീട് ഓരോരോ സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടു. ഒടുവിൽ ഭഗവാൻ തന്നെ ധന്വന്തരി മൂർത്തിയായി കയ്യിൽ അമൃതകുംഭവുമായി വന്ന ഭഗവാൻ അനുഗ്രഹിക്കാൻ പോകുന്ന ആ രംഗം വരെ കണ്ടാണ് നമ്മൾ ഈ പാലാഴി മഥന കഥ കഴിഞ്ഞ ദശകത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. ഇനിയും അങ്ങനെ ഉയർന്നു വന്ന ആ ധന്വന്തരി മൂർത്തിയുടെ കയ്യിലെ അമൃതം ദേവന്മാർക്ക് എത്തുവാൻ ഭഗവാൻ എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം. ഉദ്ഗച്ഛതഃ തവ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഉദ്ഗച്ഛതസ്തവ. ഉദ്ഗച്ഛതഃ എന്ന് പറഞ്ഞാൽ ആ കയ്യിൽ അമൃതകുംഭവുമായി മുകളിലേക്ക് ഉയർന്നു വരുന്ന തവ അങ്ങയുടെ കരാതമൃതം ഹരത്സു. കരാതമൃതം, കരാത് അമൃതം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കരാതമൃതം. കരാത് കൈകളിൽ നിന്ന്, അമൃതം ആ അമൃതത്തെ ഹരത്സു ഹരിച്ചു അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോയി, തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ആരാണ് ഭഗവാന്റെ ആ ധന്വന്തരി മൂർത്തിയുടെ കൈകളിൽ നിന്നും ആ അമൃതത്തെ ഹരിച്ചു കൊണ്ടുപോയത്? ദൈത്യേഷു, ആ ദാനവന്മാർ, ആ ദൈത്യന്മാരാണ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത്. അതായത് ആ അസുരന്മാരാണ് ഭഗവാന്റെ കൈകളിൽ നിന്നും ആ അമൃതത്തെ തട്ടിക്കൊണ്ടുപോയത്. താ നശരണാനനുനീയ ദേവാൻ. നശരണാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ താൻ അശരണാൻ അനുനീയ ദേവാൻ. താൻ അശരണാൻ അനുനീയ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് താൻ അശരണാൻ അനുനീയ. താൻ ദൈത്യേഷു താൻ, ആ ദൈത്യന്മാർ തന്നെയാണ് ഇങ്ങനെ ഭഗവാന്റെ കൈകളിൽ നിന്നും അതിനെ ആ അമൃതത്തെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെയുള്ള അശരണാൻ എന്ന് പറഞ്ഞാൽ മറ്റ് ശരണമൊന്നും ഇല്ലാത്തതായിട്ടുള്ള, അങ്ങ് മാത്രം ശരണമായിട്ടുള്ള, മറ്റാരും ആശ്രയമില്ലാത്തതായിട്ടുള്ള, അനുനീയ എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ ആശ്വസിപ്പിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അനുനയിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. ആരെ? ദേവാൻ. ആ ദേവന്മാരെ അവിടുന്ന് ആശ്വസിപ്പിച്ചു. അവിടുന്ന് ആ പാലാഴി മഥന സമയത്ത് കൈകളിൽ ആ പൂർണ്ണകുംഭത്തിൽ അമൃതമായി പൊങ്ങി വന്നതായിരുന്നു. അവിടുന്ന് ആ പൊങ്ങി വരുമ്പോൾ തന്നെ അവിടുത്തെ കൈകളിൽ നിന്ന് ആ അമൃതകുംഭത്തെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ ആ അസുരന്മാരെ കണ്ടിട്ട് ദേവന്മാർക്ക് വല്ലാത്ത സങ്കടമായി. എന്താ, തങ്ങൾ ഈ ഇത്രയേറെ പ്രയത്നിച്ചത് തന്നെ, ഇത്രയും കഷ്ടപ്പെട്ട് ഈ പാലാഴി കടഞ്ഞത് തന്നെ ഈ അമൃതിന് വേണ്ടിയിട്ടാണ്. അതേസമയം അമൃത് വന്നപ്പോഴാകട്ടെ അത് അസുരന്മാർ കൊണ്ടുപോവുകയും ചെയ്തുവല്ലോ. പക്ഷേ ഭഗവാന്റെ കാരുണ്യം, ഭഗവാൻ അവിടെ എത്തിയ ആ ദേവന്മാരെ അനുനീയ, അവരെ ഒന്ന് അനുനയിപ്പിച്ചു, പറഞ്ഞ് ആശ്വസിപ്പിച്ചു. സദ്യസ്ഥിരോദധിത ദേവ, സദ്യസ്ഥിരോദധിത, സദ്യ എന്ന് പറഞ്ഞാൽ ഉടനെ, പെട്ടെന്ന് തന്നെ, തിരോദധിത, ഇത്ര ആശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും തിരോദധിത, അവിടെ നിന്ന് ഭഗവാൻ തിരോധാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ ധന്വന്തരി മൂർത്തിയായി അത്രയും നേരം നിന്നിരുന്ന ഭഗവാൻ ഈ ദേവന്മാരെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്നും അന്തർധാനം ചെയ്തു, തിരോധാനം ചെയ്തു. ദേവ, ഭഗവാനെ അവിടുന്ന് മറഞ്ഞുവല്ലോ. ഭവത് പ്രഭാവാദുദ്യൽസ്വയൂഥ്യ കലഹ, ഭവത് പ്രഭാവാത് ഉദ്യത്സ്വയൂഥ കലഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭവത് ഉദ്വൽസ്വയൂഥ്യ കലഹ എന്നുള്ളത്. ഭവത് പ്രഭാവാത്, ഭവത് അങ്ങയുടെ, പ്രഭാവാത് പ്രഭാവം കൊണ്ട്, അങ്ങയുടെ ആ ഒരു മായാവൈഭവം കൊണ്ട്, ഉദ്യൽസ്വയൂഥ്യ കലഹ, ഈ അസുരന്മാര് അമൃതകുംഭം തട്ടിയെടുത്തുകൊണ്ട് പോയെങ്കിലും അവർ തങ്ങളിൽ തന്നെ കലഹത്തിന് ഒരുങ്ങിയവരായി തീരുകയും ചെയ്തു. ഇത് ഞാനാണ് തട്ടിയെടുത്തുകൊണ്ട് വന്ന്, അതുകൊണ്ട് ഇത് എനിക്ക് വേണം, അത് പറ്റില്ല, ഞങ്ങളും കൂടി സഹായിച്ചിട്ടാണ് നിനക്കതിന് കഴിഞ്ഞതെന്ന് മറ്റുള്ളവർ എന്ന് വേണ്ട, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പൊതുവേ ഇതൊരു ആസുരിക ഭാവമാണ്. തനിക്കു മാത്രം എന്നുള്ള ആ ഒരു സ്വാർത്ഥത. അപ്പോൾ ഇവിടെ ഈ അസുരന്മാർ അവരുടെ പ്രകൃതിയുള്ള ഗുണമാണ് കാണിക്കുന്നത്. എന്താ, ആ അമൃതം കയ്യിൽ കിട്ടിയിട്ട് പോലും എല്ലാവരും കൂടി പങ്കിട്ടത് അനുഭവിക്കുന്നതിന് പകരം തങ്ങളുടെ സ്വാർത്ഥ ചിന്തകളിൽ, സ്വാർത്ഥ മോഹങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളിൽ കലഹം ആവിർഭവിച്ചു. ഉദ്യൽസ്വയൂഥ്യ കലഹ ദിതിജാ ബഭൂവോ, ദിതിജ എന്ന് പറഞ്ഞാൽ ദിതിദേവിയുടെ പുത്രന്മാർ, അസുരന്മാർ, ബഭൂവോ ആയിത്തീർന്നു. അപ്പോൾ ഭഗവാൻ തന്നെ ഇവിടെ അമൃതവുമായിട്ട് വന്നുവെങ്കിലും ആ അമൃതത്തെയും ഹരിച്ചു കൊണ്ടുപോകുവാനും വേണ്ടി സാമർഥ്യമുള്ളവരായിരുന്നു ദൈത്യന്മാർ. അങ്ങനെ ദൈത്യന്മാർ തട്ടിക്കൊണ്ടുപോയ അമൃതകുംഭത്തെ നോക്കി വളരെയേറെ സങ്കടത്തോടെയും ദുഃഖത്തോടെയും തളർന്നിരുന്ന ദേവന്മാരെ ആശ്വസിപ്പിച്ചിട്ട് എവിടേക്കോ ഭഗവാൻ പോയി മറഞ്ഞു. പക്ഷേ അവിടെയും ഭഗവാന്റെ കാരുണ്യം, ആ മായാവൈഭവം കാരണം അസുരന്മാർ തങ്ങളുടെ പ്രകൃതിയുള്ള ഗുണം അങ്ങോട്ട് കാണിക്കുവാൻ തുടങ്ങി. തമ്മിൽ കലഹം ആരംഭിച്ചുവല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരത്സു ദൈത്യേഷു താനശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദധിത ദേവ ഭവത് പ്രഭാവാദുദ്യൽസ്വയൂഥ്യ കലഹ ദിതിജാ ബഭൂവുഃ. ഈ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഉദ്ഗച്ഛതസ്തവ, അവിടെ ഉദ്ഗച്ഛതഃ തവ ആണ്, സാ ജോയിൻ ചെയ്യാൻ വന്നതാണ്. പദം പിരിക്കാതെ തന്നെ വായിക്കാം. ശ്രദ്ധിക്കേണ്ടത് കരാദമൃതം, കരാദമൃതം ആകരുത്, കരാദ അമൃതമാണ് ഇവിടെ. പക്ഷേ ത എന്നുള്ളത് മാറിയിട്ട് ദ ആകും നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് കരാദമൃതം, ദായിക്ക് ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ ദൈത്യേഷു താൻ
അനുനീയ ദേവാൻ, ദൈത്യേഷു കഴിഞ്ഞിട്ട് താൻ അശരണാൻ അനുനീയ, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും താൻ അശരണാനാണ്, അതുകൊണ്ട് നായ്ക്ക് അകാരം കൊടുത്തു വായിക്കണം. അതുപോലെ അശരണാൻ അനുനീയ, നായ്ക്ക് എഗെയിൻ അവിടെ അകാരം കൊടുക്കണം. പിന്നെയുള്ളത് ഭവത് പ്രഭാവാദുദ്യൽസ്വയൂഥ്യ കലഹ, അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനി അതിന് കഴിയുന്നില്ല എങ്കിൽ ഭവത് പ്രഭാവാത് എന്നവിടെ എടുത്തുകൊണ്ട് ഉദ്യൽസ്വയൂഥ്യ കലഹ എന്ന് താഴെ എടുക്കുക. അവിടെ പിന്നെ ദുദ്യൽസ അല്ല, ത മുകളിൽ പോകും, പിന്നെ താഴെ ഉദ്യൽസ്വയൂഥ്യ കലഹ. ഇനി അവിടെ വായിക്കുമ്പോൾ ചേർത്താണ് വായിക്കുന്നതെങ്കിൽ ഭവത് പ്രഭാവാദുദ്യൽസ്വയൂഥ്യ കലഹ, അവിടെ ദായ്ക്ക് ഭവത് പ്രഭാവാദ് ഉദ്യൽസ്വ, അവിടെ ദായ്ക്ക്, ആദ്യത്തെ ദായ്ക്ക് ഉകാരം ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ ബഭൂവുഹ്, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു എന്ന് പറഞ്ഞു. ഇനി ഇതെല്ലാം, ഈ നാടകങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഭഗവാന്റെ മായ കാരണം, ആ മായാ വൈഭവം കാരണം ഭഗവാൻ എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ശ്യാമാം രുജാപി വയസാപി തനും തദാനീം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാഃ പ്രതിയയുസ്ത്വദുരോജകുംഭേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഭഗവാന്റെ മോഹിനി അവതാരമാണ് അവിടെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവിടെ ഒരു ഭാഗത്ത് അസുരന്മാർ തമ്മിൽ കലഹമായി, മറുഭാഗത്ത് ദേവന്മാരാകെ വിഷണ്ണരായിരിക്കുന്നു. ഈ രംഗത്തേക്കാണ് ഇനി അടുത്തത് നടക്കാൻ പോകുന്നത്. ശ്യാമാം രുജാപി വയസാപി തനും തദാനീം. ശ്യാമാം രുജാപി, ശ്യാമാം എന്ന് പറഞ്ഞാൽ ആ ഒരു കാർവർണ്ണത്തോട് കൂടിയ, രുചാപി, രുച അപിയാണ് രുചാപി. രുചാപി എന്ന് പറഞ്ഞാൽ കാന്തി കൊണ്ടും തൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു അഴകുകൊണ്ടും, വയസാപി വയസ്സുകൊണ്ടും, വയസാപി എന്നുള്ള വയസാ അപിയാണ്, വയസ്സുകൊണ്ടും, തനും തദാനീം, തനും ശരീരത്തെ, തദാനീം അപ്പോൾ വയസ്സുകൊണ്ടും വളരെ കാന്തിയേറിയ അഴകേറിയ ഒരു ശരീരമായിട്ട് ഭഗവാൻ, അപ്പോൾ അതും എങ്ങനെ, ശ്യാമവർണ്ണത്തിലുള്ള ഒരു തനുവായിട്ട്, പ്രാപ്തോസി, പ്രാപ്തഃ അസിയാണ് പ്രാപ്തോസി. പ്രാപ്തോസി എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, അങ്ങനെ ഒരു രൂപത്തെ ഭഗവാൻ പ്രാപിച്ചു. തുംഗകുജമണ്ഡല ഭംഗുരാം ത്വം, ആ ഉണ്ടായ സ്ത്രീ രൂപം വളരെ യൗവനയുക്തയായിട്ടുള്ള ഒരു തരുണീമണി, അതേസമയം ശ്യാമവർണ്ണമാണ്, അതേപോലെ അഴകും കാന്തിയും ഒത്തിണങ്ങിയ രൂപവുമാണ്. ആ രൂപത്തിൽ തുംഗകുജമണ്ഡല ഭംഗുരാം ത്വം. തുംഗകുജമണ്ഡല ഭംഗുരാം എന്ന് പറഞ്ഞാൽ, കുജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്തനങ്ങളാണ്. തുംഗകുജ മണ്ഡല ഭംഗുരാം, അകത്തോട്ട് ഒരല്പം നമ്മൾ ഒരല്പം ഒന്ന് ഊനി നടക്കുക എന്ന് പറയും, അല്പം ഒന്ന് വളഞ്ഞ് നടക്കുക. കാരണം എന്താ, കുജമണ്ഡല ഭംഗുരാം, ആ ഒരു സ്തനങ്ങളുടെ ഭാരം കൊണ്ട് നമ്മുടെ തോളിൻ്റെ ഭാഗം അല്പം ഒന്ന് മുൻപോട്ടേക്ക് വളച്ച ശരീര സ്വരൂപത്തോടു കൂടി, ത്വം അവിടുന്ന് പീയൂഷകുംഭകലഹം, ആ അമൃതകുംഭവും പിടിച്ചുകൊണ്ട് പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന
ആ അസുരന്മാരുടെ പരിമുച്യ സർവേ, അവരൊക്കെ അപ്പം എന്താ, ഇവിടെ ഒരു ഭാഗത്ത് അസുരന്മാരിങ്ങനെ കലഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഭഗവാൻ ഇങ്ങനെ ഒരു മോഹിനി വേഷം എടുത്തു വരുന്നത്. അതിന് ആ മോഹിനിയുടെ രൂപവർണ്ണനം നമുക്ക് ഏറ്റവും ചെറുതായി ഏറ്റവും ലളിതമായി പറഞ്ഞു തന്നു. ശ്യാമവർണ്ണമാണ്, അഴകും കാന്തിയും ഒത്തിണങ്ങിയതാണ്, വയസ്സാകട്ടെ വളരെ ഒരു ഇളം തരുണീമണിയുടെ വയസ്സിനൊത്ത കാന്തി, അഴക് ആ ശരീരത്തിനുണ്ടായിരുന്നു. തൻ്റെ കുജങ്ങളുടെ ഭാരം കൊണ്ട് ശരീരം ഒരൽപ്പം വളഞ്ഞ് മെല്ലെ മെല്ലെ പാദങ്ങൾ വെച്ച് ആ മോഹിനി രൂപം അങ്ങനെ നടന്നു വരുമ്പോൾ പീയൂഷകുംഭ കലഹം പരിമുച്യ സർവേ, ആ ദുഷ്ടന്മാർ അത്രയും നേരം, ആ അസുരന്മാർ അത്രയും നേരവും പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നവർ പരിമുച്യ സർവേ, എല്ലാം ഉപേക്ഷിച്ചു, എല്ലാ കലഹവും മാറ്റിവെച്ചു. എന്താ, ഒരു തരുണീമണി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരു സുന്ദരി എന്ന് കരുതി പരിമുച്യ സർവേ തൃഷ്ണാകുല പ്രതിയയുസ്തുരോജകുംഭേ. തൃഷ്ണാകുല, അവരുടെ ആ ഒരു സ്ത്രീ രൂപത്തെ കണ്ടപ്പോൾ ഉള്ളിലുണ്ടായ ഒരു ആശയാൽ, ആകുല എന്നാ പറഞ്ഞ, വിവശരായിട്ട് പ്രതിയയുസ്തുരോജകുംഭേ, പ്രതിയയുഹു ത്വദുരോജകുംഭേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രതിയയുസ്ത്വദുരോജകുംഭേ. പ്രതിയയു എന്ന് പറഞ്ഞാൽ നേരെ ആ സുന്ദരിയായ സ്ത്രീയുടെ അടുത്തേക്ക് അവരൊക്കെ വന്നു. അവരൊക്കെ ആ ഒരു നിമിഷത്തേക്ക് തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ മറന്നു. ഈ അമൃതത്തിന് വേണ്ടി തങ്ങൾ പരസ്പരം കലഹിക്കുകയായിരുന്നു എന്നുള്ളത് മറന്നിട്ട് അവരുടെ ഉള്ളിലെ ആ ഒരു ആസുരിക ഭാവം ഉണർന്നു. എന്താ, ഒരു സുന്ദരിയായ സ്ത്രീ ഇതാ വരുന്നു. അപ്പോൾ എളുപ്പം നടന്ന് അവളുടെ അടുത്തേക്ക് ഓടിയെത്തുവാനായി തങ്ങൾ അതുവരെ എന്തിനു വേണ്ടി കലഹിച്ചുകൊണ്ടിരുന്നു അതിനെയൊക്കെ പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. ത്വദുരോജകുംഭേ, അങ്ങയുടെ കുജകുംഭത്തെക്കുറിച്ചുള്ള, സ്തനകുംഭത്തെക്കുറിച്ചുള്ള ഒരു ആശയാൽ അമൃതകുംഭത്തെക്കുറിച്ചുള്ള അവരുടെ കലഹമൊക്കെ വെടിഞ്ഞ് അവരെളുപ്പം ഈ മോഹിനി രൂപത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. നോക്കൂ, ഈ അമൃതകുംഭം തട്ടിയെടുത്തിട്ട് പോയത് ഭഗവാന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതേസമയം ആ അമൃതകുംഭത്തെ ചൊല്ലിയുള്ള തർക്കം പോലും ഉപേക്ഷിച്ച്, ആ വിഷയം പോലും മറന്ന് വീണ്ടും ഓടിയെത്തിയത് ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ്. ഭഗവാനിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അതിനെക്കുറിച്ച് പോലും മതിമറന്നുപോയി ഭഗവാനെ തന്നെ കണ്ടപ്പോൾ ഭേദം അവരുടെ വാസനയിലാണ്, ഗുണങ്ങളിലാണ്. ഇവിടെ രണ്ടും ഭഗവാനാണ്. ആദ്യം ആ അമൃതകുംഭം തട്ടിയെടുത്തിട്ട് പോയത് അവരുടെ പ്രകൃതിയുള്ള ഗുണത്തെയാണ് കാണിക്കുന്നത്, ആ സ്വാർത്ഥത. ആരുടെ കയ്യിൽ നിന്നും എന്തും തട്ടിയെടുത്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് സുഖമായി കഴിയണം, ഞാൻ എന്നുള്ള ആ ഭാവം. രണ്ടാമത് വീണ്ടും ഭഗവാനിങ്കലേക്ക് ഓടിയെത്തി. കലഹം മൂത്തപ്പോൾ അവരിപ്പോൾ അശരണരാണ്. സത്യത്തിൽ അവർക്കാരുമില്ല. ആരോടാ പറയുക ഇപ്പോൾ ഈ കലഹം തീർക്കാൻ? എല്ലാവരും തമ്മിൽ ഈ ഒരു മാത്സര്യ ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഓടിയെത്തിയത് ഈ അമൃതകുംഭത്തെ പോലും മറന്നുകൊണ്ട് ഓടിയെത്തി ഭഗവാനിങ്കലേക്ക് തന്നെ. മോഹിനി രൂപം പൂണ്ടപ്പോൾ അവരുടെ ഉള്ളിലെ കാമാസക്തി വളർന്നു. അതായത് അവരുടെ ഗുണവും അവരുടെ രുചിയും അവരുടെ വാസനയും ഒക്കെ വ്യക്തമാക്കുന്നതാണ് ഈ ഒരു ശ്ലോകം. എന്തുകൊണ്ട് അമൃതകുംഭം തട്ടിയെടുത്തിട്ട് പോയ അവരെ പാടെ അത് മറന്നിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നു? രണ്ടും അവരുടെ ആ പ്രകൃതിയുള്ള സ്വഭാവത്തെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്യാമാം രുചാപി വയസാപി തനും തദാനീം പ്രാപ്തോസി തുംഗകുജ മണ്ഡലഭംഗുരാം ത്വം
പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാഃ പ്രതിയയുസ്ത്വദുരോജകുംഭേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രുചാപി, വയസാപി, ഇവിടെ രണ്ടിടത്തും അകാരം നീട്ടിയെടുക്കുക. പ്രാപ്തോസി, അവിടെ ഒകാരം നീട്ടിയെടുക്കണം. പിന്നെ തുംഗകുജമണ്ഡല ഭംഗുരാം, അതൊക്കെ ചേർത്ത് വായിക്കുക. അതുപോലെ തൃഷ്ണാകുല പ്രതിയയുസ്ത്വദുരോജകുംഭേ, അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ പിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. തൃഷ്ണാകുലാഹ് എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്. ദീർഘം നീട്ടിയെടുക്കുകയും വേണം. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണം അവിടെ. പിന്നെ മോഹിനി അവതാരമായതുകൊണ്ട് സർവത്രയുണ്ട്. ഇനി അടുത്തത് 3-ാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.